Hebrews chapter 12 verses 1 to 4. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുള്ള വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളെ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുന്നു. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെയും പ്രാണത്യാഗത്തോടും എതിർത്ത് നിന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഈ വചനത്തിനടുക്കിലേക്ക് കടന്നു വരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളോട് സംസാരിക്കണമേ. എബ്രായ ലേഖനം വായിക്കുമ്പോൾ എബ്രായ ലേഖനത്തിലൂടെ എബ്രായ ലേഖനകർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യം, ബി കോൺഫിഡൻറ്റ്. ഹല്ലേലൂയ. ഈ എബ്രായ ലേഖനം വായിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നത്, ലേഖനകർത്താവ് നമ്മളോട് തുടർച്ചയായിട്ട് പറയുക, ബി കോൺഫിഡൻറ്റ്, ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുള്ളവരായിരിക്കും. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുള്ളവരായിരിക്കുക. ബിലീവ് ഇൻ ഗോഡ്. ഏത് സാഹചര്യത്തിൽ ഏത് സിറ്റുവേഷനിലും ആയിരുന്നാലും ദൈവത്തിലുള്ള വിശ്വാസത്തെ മുറുകെ. കാരണം ഈ എബ്രായ ലേഖനം എഴുതുന്നത് അതേപോലത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വിശ്വാസ പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ട് പിന്മാറ്റത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ജനത്തിന് വേണ്ടിയിട്ടാണ് എബ്രായ യഹൂദ സഭ യെരൂശലേമിലെ സഭയ്ക്ക് എഴുതുകയും. നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിയാലും വിശ്വാസികളുടെ ഇടയിലേക്ക് നോക്കിയാലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയിൽ നമുക്ക് കാണുവാനായിരിക്കും ലോകത്തിൽ പല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക, അല്ലെ? നമ്മളെ ചെറുപ്പകാലത്തെ വെച്ച് ഇപ്പോഴേ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മള് സമൂഹത്തിലേക്ക് നോക്കിയാൽ പണ്ട് കേൾക്കാത്ത പല കാര്യങ്ങളും നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്, അല്ലെ? ഈ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ മേഘവിസ്ഫോടനം, ചക്രവാത ചുഴി, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടില്ല, സുനാമി, ഇപ്പം പ്രളയം, പിന്നെ മഹാമാരി. ഇതൊക്കെ മനുഷ്യന്റെ ഉള്ളില് ഒരു കൺഫ്യൂഷൻ ഇട്ടിട്ടുണ്ട്, ഒരു സംശയം, ഇതെന്താ ഇങ്ങനെ? വിശ്വാസികൾ അല്ലെ ആത്മീയ ജീവിതത്തിൽ അങ്ങനെ ഇപ്പോഴും പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ആത്മീയ ച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഉദാഹരണം പറഞ്ഞാല് മെഗാ ചർച്ചസ്, ചെറിയ ചർച്ചസ്, ന്യൂജൻ ചർച്ച്, ഇൻഡിപെൻഡന്റ് ചർച്ച്, പ്രവചന ശുശ്രൂഷ, വിടുതൽ ശുശ്രൂഷ, മിറക്കിൾസ്, പല തരത്തിലുള്ള ചർച്ച്, പല ടീച്ചിങ്സ്, പല രീതികള്, പല ശുശ്രൂഷകള്. ഇതൊക്കെ ഇന്നത്തെ വിശ്വാസികളുടെ ഉള്ളിലും ഒരു ചോദ്യചിഹ്നമുണ്ട്. ഇതിലേതാ ശരി? എന്താ ശരി? ഏതാ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഇടയിലെ പ്രശ്നങ്ങളൊക്കെ ഇതാണെങ്കിൽ അന്ന് വിശുദ്ധ പൗലോസ് ആണ് ഈ ലേഖനം എഴുതിയെന്നാണ്. ഈ ലേഖനം വായിക്കുമ്പോൾ രീതി നോക്കുമ്പോൾ മനസ്സിലാകും അപ്പോസ്തലനാണെന്ന് അറിയപ്പെടുന്നത്. അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ യെരൂശലേമിലെ സഭ പീഡനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. കർത്താവിൽ വിശ്വസിച്ച് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ യേശുവിന്റെ മാർഗം സ്വീകരിച്ച് ഒന്നിച്ചുകൂടി വന്നുകൊണ്ടിരുന്ന ഈ സഭ അനേക നാളുകളായിട്ട് പീഡനത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അവർ നോക്കുമ്പോൾ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ജീവിതത്തിൽ കഷ്ടതകൾ മാത്രം, ബുദ്ധിമുട്ട് മാത്രം. അതേസമയം ഈ ഒരു മാർഗത്തിലേക്ക് വരാതെ പുറത്തു നിൽക്കുന്ന യഹൂദ സഭ, അവരുടെ വിശ്വാസം, മോശയുടെ നിയമങ്ങളും മോശയുടെ ശുശ്രൂഷ ക്രമങ്ങൾ അനുസരിച്ച് നടക്കുന്ന സഭ, അവർക്കൊരു പ്രശ്നവുമില്ല. അപ്പൊ ഇവരുടെ വിശ്വാസത്തിന് ചെറിയൊരു ഇളക്കം സംഭവിച്ചു. Why don't we go back? Why don't we go back? യേശുവിനേക്കാളും വലിയത് മോസസ് അല്ലേ? അത് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവർ ചിന്തിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഒരു
സഭയ്ക്ക് ഈ ലേഖനം എഴുതുന്നത്. അതുകൊണ്ട് ഈ ലേഖനത്തിൽ മുഴുവനും നമ്മുടെ കർത്താവിനെ ഉയർത്തിക്കാട്ടുക. യേശു കർത്താവ്, ജീസസ്, ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ഇന്ന് നമ്മുടെ കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷയെ കുറിച്ച് അവിടുന്ന് നിസ്തുലൻ, അവിടുന്ന് എല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠൻ. ഇവരോട് ഈ അപ്പസ്തോലൻ ഈ ലേഖനത്തിലൂടെ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നത് എന്ത് നിങ്ങൾ വിട്ടതിലേക്ക് തിരിച്ചു പോകുന്നു, മോശയേക്കാൾ ശ്രേഷ്ഠൻ. ഹല്ലേലൂയ. അതാണ് എബ്രായ ലേഖനത്തിലൂടെ നാം കാണുന്നത്. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സഭയോട് ഞാൻ ഒരു കാര്യം ഇത് പറഞ്ഞപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ ഞാനിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷനിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്, ആത്മീയ ജീവിതത്തിലായാലും ഭൗതിക ജീവിതത്തിലായാലും ഒരു സാധനത്തെ നാം ഉറപ്പിക്കുന്നത് ഇളക്കിയ, അല്ലേ? നമ്മളൊരു കോലെടുത്ത് ഒരു മണ്ണിൽ കുഴിച്ച് താഴ്ത്തിയാൽ അതിനെ ഇളക്കിയാണ് നമ്മൾ ഉറപ്പിക്കുന്നത്, അല്ലേ? ഇളക്കും തോറും അത് ഉറച്ചു വരും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിലെ, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തെ ഇളക്കിയാണ് നമ്മുടെ പ്രത്യാശയിൽ ദൈവം ഉറപ്പിക്കുന്നത്. നമ്മെ ഈ ലോകത്തിലെ ജീവിതത്തില് നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് ദൈവം ഒന്ന് പിടിച്ചു കുലുക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ വരാനിരിക്കുന്ന ലോകത്തിലേക്ക് നമ്മുടെ പ്രത്യാശയെ ദൈവം ഉറപ്പിക്കുക. അങ്ങനെയാ ഉറപ്പിക്കുന്നത്, അങ്ങനെ ഉറപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തില് നാം ചില സിറ്റുവേഷനുകളിലൂടെ കടന്നു പോകുന്നത്, നാം ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. അല്ലാതെ നമ്മൾ പലപ്പോഴും പലരും പറയുന്നത് എല്ലാം ഇത് പിശാചിന്റെ പണിയാ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളൊരു, ഇപ്പൊ സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ? നിങ്ങളൊരു സ്വർണം വാങ്ങിക്കാനായിട്ട് 1 ലക്ഷം രൂപയായിട്ട് ഒരു ജ്വല്ലറി ചെന്നു. സ്വർണം നിങ്ങൾ കാണുന്നു, പലരും ഇങ്ങനെ എടുത്തു തരുന്നു, നിങ്ങൾ അവിടെ ഇടുന്നു, ഇവിടെ ഇടുന്നു, പലതും നോക്കുന്നു. അവസാനം ഒരു 90,000 രൂപ കൊടുത്ത് നിങ്ങൾ ഒരു സ്വർണ്ണം വാങ്ങിച്ചു, ഒരു ആഭരണം വാങ്ങിച്ചു. കുറെ കഴിഞ്ഞ് ഈ ആഭരണത്തിന് ഒരു ചെറിയ കേട് വന്നപ്പോൾ ഇത് നിങ്ങൾ വിളക്കാനായിട്ട് അല്ലെങ്കിൽ ശരിയാക്കാനായിട്ട് ഒരു തട്ടാന്റെ കൈ കൊണ്ട് കൊടുക്കുക. തട്ടാന്റെ കൈ കൊടുത്തിട്ട് ജ്വല്ലറിയിൽ നിന്ന് പോലെ തെക്കോട്ടും വടക്കോട്ടും നോക്കി നാം നിൽക്കില്ല. തട്ടാന്റെ കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കും. കാരണം എന്താ? പിഴക് പറ്റി പോകരുത്, എൻ്റെ സ്വർണം നഷ്ടപ്പെട്ടു പോകരുത്. 90,000 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 50,000, 1 ലക്ഷം കൊടുത്ത് വാങ്ങിച്ച സ്വർണം നമ്മൾ എത്ര സൂക്ഷ്മതയോടെ സൂക്ഷിച്ചു നോക്കിയാണ് നിൽക്കുന്നതെങ്കിൽ, എൻ്റെ പ്രിയരെ, സാക്ഷാൽ ദൈവപുത്രനായ യേശുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം ഒഴുക്കി വാങ്ങിച്ചവരവിടെ ഇരിക്കുന്നത്. അങ്ങനെയുള്ളവരെ പിശാചിന്റെ കയ്യിൽ പന്തിട്ടാടുന്നത് പോലെ തട്ടാൻ ദൈവം അനുവദിക്കുമോ? ഒരിക്കലും അനുവദിക്കത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, വചനം കറക്റ്റായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തില് ഞാൻ പറയുന്നത് ദൈവമക്കളുടെ കാര്യമാണ്. ദൈവമക്കളുടെ ജീവിതത്തില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ദൈവം അനുവദിക്കാതെ അല്ലാതെ പറ്റില്ല. അവർ God is in control, not Satan. അവർ God is in control. ദൈവമല്ല നിയന്ത്രിക്കുന്നത്. ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ജീവനായിട്ട് വെളിപ്പെടണം. അവർ God is in control. അല്ലാണ്ട് സൈത്താനൊന്നുമല്ല, ദൈവമല്ല. അപ്പൊ അങ്ങനെ ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചാണ് ഈ 70-80 വർഷം ഈ ലോകത്തിലെ ജീവിതവും വലുത്. ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ഫ്ലെമിൻ ബ്രദറിനെ കുറിച്ച്, ലിജോ റെലിനോറിനെ കുറിച്ച്, സിസ്മാരിനെ കുറിച്ചൊക്കെ നമ്മൾ കർത്താവിനോടൊത്ത് നിത്യതയിൽ വാഴുന്നത് ആ ദൈവത്തിന് അത് നഷ്ടപ്പെട്ടു പോകരുത് നമുക്ക്. അതിന് ഇവിടെ ഇളക്കും, പറിക്കും, വീണ്ടും നടും, വീണ്ടും പറിക്കും, വീണ്ടും ഇളക്കും. കാരണം ഇതിലൂടെ അത് ശരിയാകൂ. ഹല്ലേലൂയ. ഈ ഒരു കാഴ്ചപ്പാട് ഈ ജനങ്ങളിൽ ഉണ്ടായി വരണം. എന്നെ കേൾക്കുന്ന നമ്മളിലും ഈ ഒരു കാഴ്ചപ്പാട് ഉണ്ടായി വരണം. ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് നാം ഒരു രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ട പോലെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ഞാൻ മാറിയാൽ
പിന്നെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. അത് എൻ്റെ ദൈവം അറിഞ്ഞിട്ടുണ്ടാവും. ഹല്ലേലൂയ. അങ്ങനെ നിൽക്കുന്ന ഈ ജനത്തോട് അപ്പോസ്തലനായ ഈ എഴുത്തുകാരൻ പറയുകയാണ് 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിലേക്ക്, യേശുവിലേക്ക് നോക്കുക. നിങ്ങൾ ഇളകിയിരിക്കുകയാണോ? നിങ്ങളൊരു ഡൗട്ടിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണോ? ഇതാണോ ശരി, അതാണോ ശരി, ഞാൻ വിട്ടുപോകുന്ന ചർച്ച ആണോ ശരി, ഇപ്പൊ നിൽക്കുന്ന ശുശ്രൂഷയാണോ ശരി, ഇപ്പൊ നിൽക്കുന്ന കൂട്ടായ്മയാണോ ശരി, ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും നമ്മുടെ കർത്താവ് വിളിച്ചതേ എങ്ങനെയാ? ചെറിയ ആട്ടിൻകൂട്ടമേ. ചെറിയ ആട്ടിൻകൂട്ടമേ. 2 കുടുംബം 3 കുടുംബമൊക്കെ കാണുക. ചെറിയ ആട്ടിൻകൂട്ടമേ. കാരണം അന്ത്യകാലത്തെ വിശ്വാസം കണ്ടെത്തുമാന്നാ ചോദിച്ചേക്കുന്നത് അല്ലേ? അതിന്റെ അർത്ഥം എന്താ? വളരെ കുറച്ചു പേരെ കാണുള്ളൂ. വളരെ കുറച്ചു പേരെ കാണുള്ളൂ. ഹല്ലേലൂയ. അവരോട് പറയുക, നിങ്ങൾ നോക്കേണ്ടത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിലേക്ക്. നമ്മള് കർത്താവിനെ നോക്കി ഓടുന്നില്ല എങ്കിൽ എൻ്റെ പ്രിയരെ, ഞാൻ ഡെഫിനറ്റ്ലി പറയുക, ഈ ഓട്ടം 100 മീറ്റർ ഓട്ടം മുഴുവൻ ഓടിയാലേ പ്രൈസ് ഉള്ളൂ. ഞാൻ ആദ്യത്തെ 75 മീറ്ററും നന്നായിട്ടാ ഓടിയതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 100 മീറ്റർ കൃത്യമായിട്ട് ഓട്ടം അവർക്കേ പ്രൈസ് ഉള്ളൂ. ആദ്യത്തെ 50 മീറ്റർ നന്നായിട്ട് ഓടിയ അതില്ല. ഹല്ലേലൂയ. അപ്പൊ അപ്പോസ്തലൻ പറയുക, നിങ്ങൾ ക്രിസ്തുവിലേക്കൊന്ന് നോക്കിക്കേ, വിശ്വാസത്തിന്റെ. അതിനു മുമ്പ് 12-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ പറഞ്ഞു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും, അല്ലെ? അപ്പൊ ആദ്യം യേശുവിലേക്ക് നോക്കാൻ പറയുന്നതിന് മുമ്പ് അപ്പോസ്തലൻ പറയുക, ലുക്ക് അറ്റ് ദ പഴയ നിയമ പുസ്തകത്തിലൂടെ കാണുന്ന നമ്മുടെ ഒരു വലിയൊരു സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റും നിൽപ്പുണ്ട്. ഞാനത് പണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്, നമ്മൾ ഈ ഓട്ടക്കളത്തിൽ സാക്ഷികൾ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ വചനം പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മെ നോക്കുക എന്നുള്ളതല്ല, നാം അവരെ നോക്കണം. നാം സാക്ഷികളെ നോക്കണം. ഹല്ലേലൂയ. അങ്ങനെയല്ലേ എബ്രായ ലേഖനം 11-ന്റെ 2-ാം വാക്യം വായിക്കുന്നത്? കാരണം 11-ാം അധ്യായത്തിൽ മുഴുവനും ഒരു വലിയ 53 പേരുടെ ലിസ്റ്റിംഗ് പറയുകയാണ്. നമുക്ക് മുൻപേ കടന്നുപോയവർ, അല്ലെ? 11-ാം വാക്യത്തിന്റെ 2-ാം വാക്യത്തിൽ, അതിനാലല്ലോ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്, ദൈവത്താലുള്ള സാക്ഷ്യം. പിള്ളേരെ വിട്ടേരും കേട്ടോ, നമ്മളെ മൈൻഡില്ല. ദൈവത്താലുള്ള സാക്ഷ്യം ലഭിച്ചവരുടെ ഒരു വലിയ ലിസ്റ്റ് പറഞ്ഞിട്ട് കർത്താവ് പറയുക, ഇവരെല്ലാം അതിനാലല്ലോ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അതിനുശേഷം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈന്റേതിന് ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്നില്ല. അപ്പൊ ഹാബേലിന് ദൈവത്തിന്റെ സാക്ഷ്യം ലഭിച്ച, ഹാബേലിന് നീതിമാനെന്ന് സാക്ഷ്യം ലഭിച്ചു. അടുത്ത വാക്യം, ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു, മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. He's talking to us. Hallelujah. 5-ാം വാക്യത്തിലോ, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. യൂദാലേഖനത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നു, ഹാനോക്ക് ഇന്നും നമ്മളോട് പ്രവചിച്ചു കൊണ്ടിരിക്കുന്നു. യൂദാലേഖനത്തിൽ നാം വായിക്കുന്നു. എൻ്റെ പ്രിയരെ, പഴയ നിയമ പുസ്തകം, പഴയ നിയമ വിശുദ്ധന്മാര് നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രചോദനം നൽകിയെന്നവരാ, അല്ലെ? നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ കുട്ടികളൊക്കെ പഠിക്കുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച്, ദാവീദിനെ കുറിച്ച്, അബ്രഹാമിനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ച്, യോസെഫിനെ കുറിച്ച്, മോശയെ കുറിച്ച്, നോഹയെ കുറിച്ചൊക്കെ പഠിച്ചു. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ലിജോ ബ്രദറിന്റെ കുടുംബത്തിന്റെ, ലിജോ ബ്രദറിന്റെ ആത്മീയ ജീവിതത്തിന് എനിക്ക് നന്നായിട്ട് മുന്നോട്ട് കയറി പോകണം. പക്ഷെ എനിക്ക് തടസ്സം എൻ്റെ കുടുംബമാണ്, എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ ഫാമിലിയാ എന്നൊരു ചിന്ത ഉള്ളിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ലുക്ക് അറ്റ് ജോസഫ്.
യോസേഫിനെ നോക്ക്, യേശുവിന്റെ ജീവചരിത്രത്തിലോട്ട് നോക്ക്. യോസേഫിന്റെ ജീവിതത്തിൽ യോസേഫ് എങ്ങോട്ടാ ഓടിയത്? യോസേഫ് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഓട്ടം, നമ്മളെല്ലാവരും ഓട്ടക്കളത്തിലാണല്ലോ. യോസേഫ് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഈ യോസേഫിന്റെ ഓട്ടത്തെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന സഹോദരങ്ങൾ. യാക്കോബ് പോലും ചോദിച്ചു, നീ എന്താ പറയുന്നത്? പനുണ്ട്, ഞങ്ങൾ വന്ന് നിന്നെ നമസ്കരിക്കും. ഇത് കേട്ടപ്പോ ചേട്ടന്മാർക്കും തോന്നി നന്നായി ഒരു പണി കൊടുത്തേക്കാന്ന് വിചാരിച്ചു. ആ ഒരു സിറ്റുവേഷൻ. എന്റെ ജോലി സ്ഥലത്താണ് ബ്രദറെ പ്രശ്നം. ലുക്ക് അറ്റ് മോസസ്. Look at Moses. ഹോറേബിൽ വെച്ച്, റെഡ് സീ, കടലിന്റെ റെഡ് സീയുടെ ഫ്രണ്ടിൽ വെച്ച്, മാറായിൽ വെച്ച്, എത്ര സ്ഥലങ്ങളിലാണ് മോസസ് ഈ ഒരു ടാസ്ക് എങ്ങനെ മാനേജ് ചെയ്തു? എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ന്യൂജൻ കമ്പനീസിലൊക്കെ ജോലിക്ക് ടെൻഷൻ പ്രഷറൊക്കെ വരുന്നവരോട് നിങ്ങൾ മോസസിന്റെ ഭാഗം ചരിത്രം വായിക്കാൻ പറയുന്നുണ്ടെന്ന് കേട്ടു. എങ്ങനെയാ മോസസ് ഇത് മാനേജ് ചെയ്തു? തിരിച്ചടിക്കാൻ തോന്നുന്നുണ്ടോ ചിലപ്പോഴൊക്കെ? I want to retaliate. ദാവീദിനെ നോക്ക്, തിരിച്ചടിക്കാൻ തോന്നുന്നുണ്ടല്ലേ ചിലപ്പോഴൊക്കെ? ദാവീദിനെ നോക്ക്, ദാവീദിന്റെ കൂടെ നിന്ന് പണിയത്. രാജാവ് ഒന്ന് പറഞ്ഞ ഒറ്റ കൂത്തിനാണ് മരത്തേക്കാന്ന് പറഞ്ഞത് അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞത് ശിമയെ കുറിച്ച്? ഒന്നും ചെയ്യേണ്ട, അത് കഴിഞ്ഞാൽ. അപ്പൊ അവരുടെ പഴയ നിയമവിശുദ്ധന്മാർക്ക് അവർ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സാക്ഷ്യമത, അവരുടെ ഓട്ടത്തിലായിരുന്നു. They were ready to die for this faith. അത് അവർക്കൊന്ന് സാക്ഷ്യം. എല്ലാവരും രക്തസാക്ഷികളായില്ല, but all of them were ready. All the apostles were ready to die. അവര് രക്തസാക്ഷിയായില്ല, വളരെ നോർമൽ ഡെത്താണ്. അപ്പൊ അവരെ നോക്ക്. ആദ്യം പറയാ, നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷികളുടെ വലിയ ഗ്രൂപ്പ് ഉണ്ട്, അവരെ നോക്ക്. ഹല്ലേലൂയ. അതിനുശേഷം നമ്മിലേക്ക് നോക്കാം. രണ്ടാം വാക്യം. ആമയാൽ ഞാനും സാക്ഷികളുടെ ഒരു ഇത്ര വലിയ ഒരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് കൂടുക. ആദ്യം നമ്മുടെ ചുറ്റും നിൽക്കുന്ന സാക്ഷികളുടെ സമൂഹത്തിലേക്ക് നോക്കാൻ പറയുക നമ്മളോട്. നിങ്ങൾ പിന്മാറ്റത്തിലേക്ക് പോകാൻ നിൽക്കുന്നവരാണോ? നിങ്ങൾ കഷ്ടതയുടെ, കഠിനതയുടെ, യാതനയുടെ മുൻപിൽ ഈ വിശ്വാസത്തിലേക്ക്, ഈ ക്രിസ്തുവിന്റെ ക്രിസ്തു ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഡിസൈബിൾഷിപ്പിലേക്ക് ഒന്നുമില്ല. എല്ലാം കുറെ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒന്നുമില്ല. എന്താ പഴയത് തന്നെയാണ് നല്ലത്. സുഹൃത്തുക്കളില്ല, ഒരു ഗെറ്റ് ടുഗദർ ഇല്ല, ഒരു എൻജോയ്മെന്റ് ഇല്ല. നമ്മൾ കൂടി എപ്പോഴും പാട്ടും പ്രാർത്ഥന അല്ലെങ്കിൽ വല്ല എന്തെങ്കിലുമൊക്കെ ഒന്നുമില്ലല്ലോ. ഒരു ജോളി അല്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ എനിക്കറിയില്ല. അങ്ങനെ ഒരു വൈബില്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവരോട് പറയുക അപ്പസ്തലൻ. അതിനുശേഷം നിങ്ങളിലേക്ക് നോക്കാനായിട്ട്. ഹല്ലേലൂയ. നമ്മളെ നോക്കാൻ പറയുമ്പോ എന്താ പറയുന്നത്? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മെ നോക്കാൻ പറയുമ്പോ അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരാത്മശോധന വേണം. ആത്മശോധന. ഈ 2024 കഴിയാൻ പോവുകയല്ലേ? ഹല്ലേലൂയ. ആത്മശോധന വേണം. ആത്മശോധന ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയുക, രണ്ട് കാര്യം പറയുന്നത്. ഭാരം വിട്ടോടണം. ഹല്ലേലൂയ. നമ്മുടെ ഈ ഓട്ടം ശരിയാകണമെങ്കിൽ എൻ്റെ പ്രിയരെ ഭാരം വിട്ടേ ഓടാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ഉണ്ട്, ദ പിൽഗ്രിം പ്രോഗ്രസ്. കണ്ടിട്ടുണ്ടോ? യൂട്യൂബിലുണ്ട്, കണ്ടു നോക്കൂ. യൂട്യൂബ് ദ പിൽഗ്രിം പ്രോഗ്രസ് എന്ന് പറഞ്ഞ ചെറിയൊരു മൂവി ഉണ്ട്. പരദേശി മോക്ഷയാത്ര, ജോൺ ബെനിയുണ്ട്.
നോവലിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. ഒരു 1.5 hour നമ്മളെല്ലാവരും കണ്ടിരിക്കണം. ഭാരം വിടാണ്ട് ഓടാൻ പറ്റില്ല നമുക്ക്. ഹല്ലേലൂയ. ഓട്ടം സ്പ്രിന്റിനൊക്കെ പോകുന്നവര് അവര് വലിയൊരു ബൈക്ക് പാക്കൊക്കെ ഇട്ട ഓട്ടത്തിലേക്ക് വരുന്നത്. പക്ഷെ അവർ ഓട്ടത്തിന് ട്രാക്കിൽ നിൽക്കുമ്പോൾ എൻ്റെ ബൈക്ക് പാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം എടുത്തുകൊണ്ട് പോയാലും ബൈക്ക് പാക്കൊക്കെ ഇട്ടാണ് ഓടാൻ നിൽക്കുന്നത്. അതവിടെ ഇട്ടിട്ട് ഏറ്റവും ലെസ് വെയിറ്റിൽ അവർ ഓടുക. കാരണം എന്നെങ്കിലേ ഓട്ടത്തിന് ശരിയായ കാര്യക്ഷമത ഉണ്ടാകും. ഇതുപോലെ തന്നെ എൻ്റെ പ്രിയരെ ക്രിസ്തീയ ജീവിതവും നമുക്ക് വിടാതെ, എനിക്കറിയത്തില്ല നിങ്ങളുടെ ഓട്ടത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താ. നമ്മൾ തന്നെ നോക്കിക്കോളൂ, എന്താ എൻ്റെ ഓട്ടത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ലെനിൻ ബ്രദറിന്റെ ജീവിതത്തിൽ ഓട്ടത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നതായിരിക്കില്ല എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ലിനോ ബ്രദറിന്റെ, ലിജിന്റെ. നമ്മൾ പലർത്തും നോക്കിക്കോണം. ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് ധനമായിരിക്കാം, ചിലർക്ക് സോഷ്യൽ മീഡിയ ആയിരിക്കാം, ചിലർക്ക് സുഹൃത്ത് ബന്ധങ്ങളായിരിക്കാം. ഹല്ലേലൂയ. നമ്മൾ എന്താ വിടേണ്ടത് അന്ന് നമുക്കേ അറിയാവുള്ളൂ. എന്താ നമ്മൾ വിട്ട് ഓടേണ്ടതെന്ന്. അത് വിട്ട് നമ്മൾ ഓടിയേ മതിയാവുകയും. നമ്മൾ ഈ ഓട്ടക്കളത്തിലായിരിക്കുന്നത് നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാനല്ല. നല്ലതും ചീത്തയും ഈ ലോകത്തിലുള്ളവരാ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ എന്തിനു വേണ്ടിയാ നിൽക്കുന്നത്? നമ്മള് ബെറ്റർ ആൻഡ് ബെസ്റ്റ്, ശ്രേഷ്ഠമായത്, സ്വർഗീയമായത്, നമ്മൾ അതിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബെറ്റർ ആൻഡ് ബെസ്റ്റ്. അല്ലാതെ നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാൻ ഈ ഒരു ജീവിത രീതിയിലേക്ക് നാം വരേണ്ട ആവശ്യമില്ല. നല്ലതും ഗുഡ് ആൻഡ് ബാഡ്, ഈ ലോകത്തിലുള്ള ആരും ബാഡ്, അവരും ഗുഡാണ്. പക്ഷെ നമ്മൾ ബെറ്റർ ആൻഡ് ബെസ്റ്റ്. മറ്റുള്ളവരെ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തില് നന്മയെന്ന് തോന്നുന്ന കാര്യം, കർത്താവിന്റെ ആ എന്നെ കുറിച്ചുള്ള എൻ്റെ വിളിയാനുള്ള ആശ ഇന്നതെന്ന് എനിക്ക് മനസ്സിലായി കഴിയുമ്പോ അവൻ നോക്കുമ്പോ എനിക്കിതാ നല്ലത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ, ആ സ്വർഗീയ വിളിയോട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ലതല്ല. ചിലരൊക്കെ കണ്ടിട്ടില്ലേ, ഗൾഫിലുണ്ടായിരുന്ന നല്ല ജോലി വിട്ടിട്ട് സുവിശേഷ വേലയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ പോകുന്നു. നമ്മൾ നോക്കുമ്പോൾ ഇവനെന്നാ പൊട്ടന, എത്രയോ നല്ല ജോലി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പക്ഷെ അവന് ആ വ്യക്തിക്ക് അറിയാം തന്റെ വിളി ഇതെത്ര ശ്രേഷ്ഠമായ ഒന്നാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ ചില സുഹൃത്ത് ബന്ധങ്ങളൊക്കെ വിട്ടേ മതിയാവുള്ളേ. ചില സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾ വിട്ടേ മതിയാവും. ചിലപ്പോൾ ജോലിയായിരിക്കും, ചിലപ്പോൾ സുഹൃത്ത് ബന്ധമായിരിക്കാം. അബ്രഹാം ഇട്ടത് ലോത്തിനെ ആണെങ്കിൽ അല്ലേ, അബ്രഹാം വിട്ടത് ആരെയാ? ലോത്തിനെയാണ് വിട്ടത്. പൗലോസ് വിട്ടത് ഒരു വലിയ സഭയായി വിട്ടത്. തന്റെ തനിക്ക് ശ്രേഷ്ഠമെന്ന് പറയാനുണ്ടായിരുന്നെല്ലാം പൗലോസ് ചപ്പിച്ചവിടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കും ഓരോരുത്തർക്കും വിടാനുണ്ട്. എനിക്കറിയാം ഞാൻ എന്താ വിടേണ്ടതെന്നുള്ളത്. എനിക്ക് നല്ല തിട്ടമുണ്ട്. നമുക്കെല്ലാവർക്കും, നമ്മളാരും നല്ലവരൊന്നും അല്ലല്ലോ. അല്ല, നല്ലതെന്ന് വെച്ചാൽ നമ്മളും തികഞ്ഞവരൊന്നും അല്ലല്ലോ. ഈ 2024 ഈ അവസാന ദിവസങ്ങളിൽ നാം നിൽക്കുമ്പോൾ നാം നോക്കിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചോളാം, ഞാൻ എന്താ വിടാനായിട്ടുള്ളത്. കാരണം ഈ ഭാരം വെച്ചോടി നമുക്ക് തയ്ക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ക്ഷീണിച്ചു പോകുന്നതിന്റെ കാരണം ഈ ഭാരം നിൽക്കുന്നതാണ് എൻ്റെ ഓട്ടത്തിന്. പിന്നെ രണ്ടാമത് പറയുന്നത് മുറുകെ പറ്റുന്ന പാപം. എന്താ മുറുകെ പറ്റുന്ന പാപം? മുറുകെ പറ്റുന്ന ഒരു സ്പെഷ്യൽ പാപമുണ്ടോ? എൻ്റെ ഓട്ടത്തിന് വാട്ട് എവർ ദ ഹിൻഡ്രൻസ് ടു മൈ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് ഈസ് മുറുകെ പറ്റുന്ന പാപം. അല്പം കൂടെ മനസ്സിലാക്കാൻ മനസ്സിലായാല്, ഇപ്പോ
സ്നേഹ സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഒരു പാപം അല്ലെങ്കിൽ ഒരു കാര്യം എനിക്ക് വിടാനായിട്ട് ഇഷ്ടമില്ല, അറിയാം, പക്ഷെ അത് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതിനെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുക, അത് മുറുകെ പറ്റിയിരിക്കുക. അതുകൊണ്ടാണ് അത് മുറുകെ പറ്റിയിരിക്കുക. അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതിന് പകരം അതിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം. നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യും. ചിലപ്പോൾ വചനത്തിലെ വാക്യം എടുത്തു വെച്ച് ജസ്റ്റിഫൈ ചെയ്യും. ഞാനീ പറയുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതായിരിക്കും. ജസ്റ്റിഫൈ ചെയ്തിട്ട് അതിനെ ഞാൻ കണ്ടിന്യൂ ചെയ്യും, അത് മുറുകെ പറ്റിയിരിക്കുക. അപ്പൊ നമുക്ക് ഓരോരുത്തർക്ക് ചെയ്യാം, ഞാൻ എന്താ വിടേണ്ടത്, അതിനെ ആദ്യം വിട്ടോണം. അതിനെ ആദ്യം വിട്ടോണം. ഈ എബ്രായ ലേഖനത്തിന്റെ ബന്ധത്തോട് ചേർത്ത് പറയുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് മുറുകെ പറ്റുന്ന പാപം എന്ന് പറയുന്നത് അവിശ്വാസമാണെന്നാണ് നാം വായിക്കുന്നത്. അവിശ്വാസമാണ് മുറുകെ പറ്റുന്ന പാപം, അവിശ്വാസം. ഹല്ലേലൂയ. കാരണം ഈ 11-ാം വാക്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ 1053 വിശ്വാസികളുടെ പഴയ നിയമ വിശുദ്ധന്മാരുടെ ഒരു ലിസ്റ്റ് വന്നിട്ട് അവർ വിശ്വാസത്താൽ മോശ, വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ ഹാനോം, വിശ്വാസത്താൽ നോഹ, വിശ്വാസത്താൽ യാക്കോബ്, വിശ്വാസത്താൽ യോസേഫ്, ഇങ്ങനെ ഒരു വലിയ ഗ്രൂപ്പ് ഇങ്ങനെ പറഞ്ഞു വന്നു. ഇവരെല്ലാം ഈ ഓട്ടം തികച്ചതും ഈ ബിരുദ് പ്രാപിച്ചതും വിശ്വാസത്താൽ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇസ്രായേൽ ജനത്തെ കുറിച്ച് കാര്യം പറയുന്നു. എബ്രായ ലേഖനം വായിച്ച എബ്രായ ലേഖനം 3:9. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 9 സോറി സിസ്റ്റർ 19-ാം വാക്യം 3:19. ഇങ്ങനെ അവിശ്വാസം പ്രവേശിപ്പാൻ കഴിയും. ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയും, ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. വിശ്വാസം. കാരണം പിശാച് എപ്പോഴും ശ്രമിക്കുന്നത് ഈ വിശ്വാസത്തെ ക്ഷയിപ്പിക്കാനായിട്ടാണ്. ഈ യെരൂശലേമിലുള്ള വിശ്വാസികൾക്ക്, സഭാവിശുദ്ധന്മാർക്ക് എന്താ പറ്റിയത്? ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ, കഠിനത വന്നപ്പോൾ, ചാലഞ്ചസ് വന്നപ്പോൾ അവരുടെ വിശ്വാസത്തിന് കോട്ടം പറ്റി. അതുകൊണ്ടല്ലേ അവർ തിരികെ പോവാൻ, വിട്ടുപോകുന്നതിലേക്ക് പോവാൻ, മോശയിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിച്ചത്. അതിന് ഒരു ഇളക്കം തട്ടിയാണല്ലോ അവനെ പിന്നെ വീഴിക്കാൻ എളുപ്പമാണ്. വിശ്വാസം നന്നായിട്ട് അറിയാം, നമ്മുടെ വിശ്വാസം തട്ടിയാൽ മതി. അവരെന്തുകൊണ്ട്? അവിശ്വാസത്താൽ അവർക്ക് കയറുവാനായിട്ട് സാധിച്ചില്ല. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നമുക്ക് ഈ ജീവിതത്തിൽ 2025 മുമ്പോട്ട് വരികയാണ്. എനിക്കൊന്നും നിങ്ങളോട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും, പ്രശ്നങ്ങളൊന്നുമില്ലാതെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും, ഇങ്ങനെയൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. ഹല്ലേലൂയ. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ദൈവം വിശ്വസ്തനാണ്. ദൈവം എന്നും വിശ്വസ്തനായിട്ട് കൂടെ ഇരിക്കുന്നു. തിരികെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളെ ഒന്ന് റീട്രാക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ദൈവം നമ്മളെ നടത്താനും പുലർത്താനും ശക്തനാണ്. ഹല്ലേലൂയ. അതെനിക്ക് പറയാനുള്ളത് നിങ്ങളോട് 2025. പക്ഷേ 2025-ലും 2026 ആയാലും എത്ര വർഷം കഴിഞ്ഞാലും ദൈവം നമ്മളെ പണിയുന്നത് നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തെ ഇളക്കിയും കഷ്ടതയിലൂടെ കടത്തി കിട്ടുവാണ്. അല്ലാതെ നിങ്ങൾ പറ, അല്ലാതെ എന്ത് ഓപ്ഷനാണ്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശത്രുക്കളെ സ്നേഹിക്കാൻ കൃപ തരണേ എന്ന് ലിനോ ഫ്ലെമിൻ ബ്രദർ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. ശത്രുക്കളെ കൂടെ തരും, എന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോന്ന്. ഇല്ലേ? താൻ സ്നേഹിച്ചവരെ തന്നെ ശത്രുക്കളായിട്ട് മാറ്റിയത്. അല്ലാതെ എങ്ങനെയാ മനസ്സിലാവുന്നത്?
ഫ്ലെമിനെ ബ്രദറിന് ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റുമോ എന്നുള്ളത്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതയും ബുദ്ധിമുട്ടും യാതനകളും ചലഞ്ചസ് ഒക്കെ ഉണ്ട്. ഇതിലൂടെ നമ്മൾ രൂപാന്തരപ്പെട്ടാൽ ഇതൊന്നും നമുക്ക് പ്രശ്നമായിരിക്കില്ല. അതാണ് നമ്മൾ അപ്പസ്തലന്മാരുടെ ജീവിതത്തിൽ പഠിക്കുന്നത്. നമ്മൾ രൂപാന്തരപ്പെടേണ്ടത് ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ രൂപാന്തരം. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവം എൻ്റെ മുമ്പിൽ ഒരു സിറ്റുവേഷൻ കൊണ്ട് വയ്ക്കുമ്പോൾ എനിക്ക് ഇതിലൂടെ ദൈവം ഏത് വഴിയിലൂടെയാ ദൈവം പ്രവർത്തിക്കുന്നതെന്നൊരു ബോധ്യം, അല്ലെങ്കിൽ ഒരു വെളിപ്പാട്, ഒരു തിരിച്ചറിവ് കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എനിക്ക് പ്രാപിക്കാൻ സാധിച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല. കാരണം ദൈവം ഇതിനു വേണ്ടി വെച്ചിരിക്കുക. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഭവനത്തിലായിരിക്കുന്ന എൻ്റെ സഹോദരി, എൻ്റെ ജീവിത പങ്കാളിയും മക്കളൊക്കെ ചെറിയൊരു സിറ്റുവേഷനിലൂടെ നിന്ന് കടന്നുപോയി. അപ്പം ഞാൻ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചതാ, ഫറവോനെ ദൈവം നിർത്തിയിരിക്കുകയാ. എന്തിനാ? ദൈവമക്കളുടെ ആ രൂപാന്തരത്തിന് വേണ്ടിയിട്ട്. ഫറവോൻ ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. ദൈവനോട് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് സംസാരിച്ചു. ഞാനത് അപ്പോഴേ തന്നെ വൈഫിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഇവരോട് പറയുക, നിങ്ങൾ വിശ്വാസം ക്ഷീണിച്ചു പോകണ്ട, വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി. ഈ വിശ്വാസം, എന്റെ സഹോദരങ്ങളെ, ഈ വിശ്വാസം ഞാൻ എന്തെങ്കിലും കൊണ്ട് നേടിയതല്ല. ഇത് കർത്താവിന്റെ കാൽവരി മരണത്തിലൂടെ ദൈവം എനിക്ക് കൃപയായിട്ട് തന്നതാണ്. ഞാൻ നേടിയതൊന്നുമില്ല. അതുകൊണ്ട് ആ വിശ്വാസത്തിന്റെ നായകനും, the author and the finisher of faith, the create, എന്നിൽ വിശ്വാസം കൊണ്ടുവന്നതും എന്നിൽ വിശ്വാസം ഉരുവാക്കിയതും, എന്നിൽ ചത്ത് മരണത്തിന്, അല്ലേ, നമ്മൾ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നവരായിരുന്നു നമ്മളെ ജീവൻ തന്ന് ജീവനിലേക്ക് കൊണ്ടുവന്നത് നമ്മൾ. കാരണം മരിച്ചവർക്ക് എവിടെ ജീവൻ? മരിച്ചവർക്ക് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമോ? ക്യാൻ വി ടേക്ക് എനി സ്റ്റെപ്പ്? നോ. ആ ഒരവസ്ഥയിലായിരുന്നു ദൈവം ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ ജീവൻ തന്നത്. അങ്ങനെ കൊണ്ടുവന്നതാണ്. അങ്ങനെയെങ്കിൽ പൂർത്തി വരുത്തുവാനും ശക്തനായ ദൈവത്തിലേക്ക് നോക്കി ഓടുക. ഇതാ ഈ വിശ്വാസികളോട് ഈ അപ്പസ്തോലൻ എഴുത്തുകാരൻ പറയുന്നത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ക്രിസ്തുവിലേക്ക് നോക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? നോക്കുവിൻ, ഇവിടെ നോക്കിയാൽ മതി. എങ്ങനെ നോക്കുവിൻ എന്ന് വെച്ചാൽ വിശ്വസിക്കുവിന്ന, പൂർത്തി വരുത്തുന്നതിനെ വിശ്വസിക്കുന്നു. അല്ലെ, ഒരു കാര്യം ഞാൻ പറയാം. ഈ സംഖ്യാപുസ്തകത്തില് സൗരം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 4 മുതൽ 9 വരെ വായിക്കാം. സംഖ്യാപുസ്തകം, നമ്പേഴ്സ് 21st chapter 21 4-6. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവും ഇല്ല, വെള്ളവും ഇല്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാവുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നി സർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കഴിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ഇവിടെ അവരുടെ ഇടയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അഗ്നിസർപ്പങ്ങളെ മാറ്റിയല്ല ദൈവം അതിന് പരിഹാരം കൊണ്ടുവന്നത്. അഗ്നിസർപ്പങ്ങളെ നീക്കിയല്ല. അഗ്നിസർപ്പങ്ങളെ നീക്കുന്നതിന് പകരം ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ അതിലേക്ക് നോക്കിയാൽ ജീവൻ പ്രാപിക്കും. നോക്കണമെങ്കിൽ വിശ്വാസം വേണ്ടേ? വിശ്വാസമുള്ളവനെ നോക്കൂ. ഇതെങ്ങനെ സാധിക്കും? ഇത് പോസിബിൾ ആണോ? ഇത് എൻ്റെ
മാനസികമായിട്ട് എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നതല്ലല്ലോ എന്ന് പറഞ്ഞ് സ്വയം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മാറി നിൽക്കുന്നവൻ നോക്കത്തില്ല. അഗ്നിസർപ്പങ്ങളിലേക്ക് നോക്കണം. എങ്ങനെ നോക്കണം? ഇത് കടിച്ചാൽ ഞാൻ മരിക്കില്ല. അവിടെ നോക്കിയാൽ ഈ സർപ്പം കടിച്ചാലും ഉയർത്തിയിരിക്കുന്ന ആ താമര സർപ്പത്തെ നോക്കിയാൽ ഞാൻ മരിക്കില്ല എന്ന് വിശ്വാസമുള്ളവൻ നോക്കും, അവൻ ജീവിക്കും. ഇവിടെ ഇതാ കർത്താവ് പറയുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി എന്നിലേക്ക് നോക്ക്. ഭയപ്പെടേണ്ട, ക്ഷീണിച്ചു പോകേണ്ട, നിങ്ങൾ എന്നിലേക്ക് നോക്ക്. എന്നിൽ വിശ്വാസം ഫിക്സ് ചെയ്യേ. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന നമ്മളെ കുറിച്ച്. ഹല്ലേലൂയ. നമ്മൾ അതിൽ വളർന്നു വരണം. ഈ വിശ്വാസത്തിൽ നാം വളർന്നു വരണം. ഹല്ലേലൂയ. അതിനായിട്ട് ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഈ ഭാഗം ഇതിലും വളരെ ഗഹനമായ രീതിയിൽ സംസാരിക്കേണ്ട ഒരു ഭാഗമാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തിക്കുകയാണ്. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാം നിമിഷം. ഹല്ലേലൂയ.